ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്ദുൾ ഷെരീഫ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പേഴ്സണൽ ബ്രാൻഡ്. ഇത് എൻ്റെ ജീവിതത്തിലും അതേപോലെ തന്നെ എന്നോടൊപ്പം ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച ആളുകളുടെയും അവർക്കുണ്ടായിട്ടുള്ള ബെനിഫിറ്റുകൾ, എങ്ങനെയാണ് അവരുടെ ആ ഒരു ജീവിതം മാറി മറിഞ്ഞത്. ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നതിലൂടെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് കഴിയുക, അതിന് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണുള്ളത് എന്നുള്ളത് നോക്കുന്ന ഒരു സെഷനാണിത്. അപ്പോൾ ആദ്യം എല്ലാവർക്കും സൗണ്ട് ഒക്കെ ക്ലിയർ ആണ് എന്ന് കരുതുന്നു. സൗണ്ട് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറയാം. ഒന്ന് ഓക്കെ ടൈപ്പ് ചെയ്താൽ മതി സൗണ്ട് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പൊ ആദ്യം തന്നെ നമ്മള് പിന്നെ ഇതൊരു പേഴ്സണൽ ബ്രാൻഡിന്റെ എന്താണ് പേഴ്സണൽ ബ്രാൻഡ്, ആ പേഴ്സണൽ ബ്രാൻഡ് ആകുന്നതോടുകൂടി നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും ഞാൻ സംഘടിപ്പിക്കുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡ് മാസ്റ്റർ ക്ലാസ് ഉണ്ട്. ഈ മാസ്റ്റർ ക്ലാസ് എന്താണ്, അതിലേക്ക് വരുന്ന ആളുകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് കിട്ടുന്നത് എന്നുള്ളതിനെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈവിലേക്ക് ഞാൻ വന്നത്. ഞാൻ എൻ്റെ കരിയർ ആരംഭിക്കുന്നത് ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ്. പിന്നീട് ഞാൻ ഒരു ബിസിനസ്സുകാരനായിട്ട് മാറുന്നു. അവിടെ നിന്ന് ഞാൻ നേരിട്ട ചില ചലഞ്ചസുകൾ, ഞാൻ മറികടന്ന രീതികൾ, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഞാൻ ഡെവലപ്പ് ചെയ്തു. ഇന്ന് ഗ്ലോബൽ ലെവലിലുള്ള മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് ഉടമകൾക്ക് വേണ്ടിയിട്ട് എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് വെച്ച് ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ടേണിംഗ് പോയിന്റ്. ഞാനൊരു കേവലം ഒരു ചെറിയൊരു ബിസിനസ്സുമായിട്ട് ഒതുങ്ങി ഇരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കില്ല. ഞാൻ കൂടുതലായിട്ടൊന്നും ആരോടും മുഖത്ത് നോക്കി അങ്ങനെ കൂടുതൽ സംസാരിച്ച് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. ഞാനൊന്ന് ഒതുങ്ങിക്കൂടി എൻ്റെതായ ഒരു ജോലിയും എൻ്റെതായ ഒരു ബിസിനസ്സും ഒക്കെ ആയിട്ട് ചെറിയൊരു ലോകത്ത് ജീവിച്ചു പോന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായത്, ഞാൻ എൻ്റെ പ്രസൻസ്, എൻ്റെ വിസിബിലിറ്റി ഞാൻ വർദ്ധിപ്പിച്ചതോടുകൂടി എന്നെ ഈ ലോകത്ത് പല ആളുകളും, എന്നെ അറിയാതിരുന്ന പല ആളുകളും എന്നെ അറിയാൻ തുടങ്ങി. അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളിലും എന്നിലുണ്ട് എന്ന് അവർ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങി. അവരെന്നെ സമീപിച്ചു. അതിലൂടെ ഞാൻ അവരുമായി കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, കൂടുതൽ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതെന്റെ ലൈഫിലെ തന്നെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഇതാണ് എന്നെ ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ള രൂപത്തിലേക്ക് എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ഇതിന് ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡ് വളർത്തിക്കൊണ്ടുവന്നത്, ആ പേഴ്സണൽ ബ്രാൻഡ് വളർത്തിക്കൊണ്ടുവന്നപ്പോൾ എൻ്റെ സമൂഹത്തിന് ഞാൻ എന്താണ് വാല്യൂ കൊടുത്തത്, ആ വാല്യൂവിൽ നിന്ന് എനിക്കുണ്ടായ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എൻ്റെ സമൂഹത്തിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു, എനിക്ക് ഈ ഒരു പേഴ്സണൽ ബ്രാൻഡുമായിട്ട് എനിക്ക് എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ നല്ല മിടുക്കനായിരിക്കും, അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല മിടുക്കനായിരിക്കും. പക്ഷെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ആരും അറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങളൊരു പെയിന്റിങ്ങിൽ നിങ്ങൾ വളരെ എക്സ്പേർട്ട് ആയിരിക്കും. നിങ്ങൾ നല്ല രൂപത്തിൽ ഡ്രോയിങ് ചെയ്യും, നല്ല രൂപത്തിൽ അതിന്റെ പിന്നെ കളറുകളൊക്കെ കൊടുക്കാനും ഭംഗിയാക്കാനും നിങ്ങൾക്ക് കഴിയും. പക്ഷെ നിങ്ങളെക്കുറിച്ച് ആരും അറിയില്ല. നിങ്ങൾക്ക് ആ കഴിവുണ്ടായത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? നിങ്ങൾ നല്ല രൂപത്തിലുള്ള സെയിൽസ്മാൻ ആണ്, നിങ്ങൾക്ക് നല്ല രൂപത്തിൽ സെയിൽ ചെയ്യാൻ അറിയാം. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ദിവസത്തിൽ 400 രൂപ 500 രൂപയ്ക്ക് കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ആ സെയിൽസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്
എത്രയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. കാരണം നിങ്ങൾ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ആളുകൾ എന്ന് പറയുന്നത് സെയിൽസ്മാൻമാരാണ്. നല്ല രൂപത്തിൽ വിൽക്കാൻ അറിയുന്ന ആളുകളെ ഇന്ന് കമ്പനികൾ വലിയ തുകയ്ക്കാണ് അവരെ സാലറി കൊടുത്തിട്ടാണ് അവരെ ഏറ്റെടുക്കുന്നത്. ഇതേപോലെ നമുക്കുള്ള ഒരു കഴിവിനെ നമ്മളിൽ നിന്ന് തന്നെ ഒതുക്കി വെക്കാതെ നമ്മൾ അത് വിസിബിലിറ്റി കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ അതിനെ വിസിബിൾ ആക്കുന്നതോടുകൂടി നമ്മൾക്ക് കൂടുതൽ പണം നൽകാനും നമ്മളെ കൂടുതൽ ഉപയോഗപ്പെടുത്താനും ആളുകൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും. അതിൽ നിന്ന് നമുക്കെന്താണ്, നമുക്ക് വലിയ സമ്പത്ത് സ്വരൂപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് അതാണ്. ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങിക്കൂടി അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ ജീവിച്ചു പോകും. നമ്മൾ ആരും അറിയാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ജീവിതം അവസാനിച്ച് നമ്മൾ മൺമറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുക. എന്നാൽ നമ്മളുടെ കഴിവിനെ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളുടെ സമൂഹത്തെ സേവിക്കാനും സമൂഹത്തിനെ സഹായിക്കാൻ നമുക്ക് തയ്യാറാകുമ്പോൾ നമ്മൾ അവിടെ ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? ആ വാല്യൂ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ, അതിൽ നിന്ന് നമുക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ, അങ്ങനെ നമുക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് വളരണമെങ്കിൽ നമ്മൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് വളരുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് വളരുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം പേഴ്സണൽ ബ്രാൻഡായിട്ട് മാറുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ്. ഇന്ന് നമ്മൾ ആദ്യത്തെ ടോപ്പിക് നമ്മൾ എടുക്കുന്നത് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ബെനിഫിറ്റുകൾ. നിങ്ങൾ ആരെങ്കിലും പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, പേഴ്സണൽ ബ്രാൻഡ് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. പേഴ്സണൽ ബ്രാൻഡിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കസ്റ്റമർ വരണമെങ്കിൽ നിങ്ങൾ പറയുന്നത് കസ്റ്റമർ വിശ്വസിക്കണം, വേണ്ടേ? നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുന്നത് അവർ വിശ്വസിക്കണം, ഇല്ലേ? അപ്പൊ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതോടുകൂടി ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, വളരെ ഫാസ്റ്റ് ആയിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയമെടുത്ത് നമുക്ക് കഴിയും. ചിലപ്പോൾ ഒരു 10-15 വർഷമൊക്കെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ ചെയ്യുന്ന ചില ആക്ടിവിറ്റികളിലൂടെ നമ്മൾ എന്ത് ചെയ്യും? അവര് നമ്മളെ വിശ്വസിച്ച് കുറെ കാലങ്ങൾ കൊണ്ട് ആ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. എന്നാൽ ഇന്നത്തെ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ലോകത്ത് നമ്മൾ ഇത്രയും കാലം എടുത്ത് നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്തൊക്കെ വരുമ്പോഴേക്ക് നമ്മളുടെ പുറകെ വന്ന ആളുകൾ നമ്മളുടെ മറികടന്ന് മുമ്പോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? നമ്മളുടെ ഇപ്പൊ നമുക്കുണ്ടായിരുന്ന ഒരു വലിയ പാൻഡമിക് ആയിരുന്നു COVID-19, ഇല്ലേ? ഈ COVID-19 കാലഘട്ടത്തിന് ശേഷം വന്ന പല ബിസിനസ്സുകളും വളരെ വലിയ രൂപത്തിൽ ബൂം ചെയ്യുന്നത് നമ്മൾ കാണുന്നു, ഇല്ലേ? നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പല ബ്രാൻഡുകളും വളരെ പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു, മുമ്പോട്ട് പോകുന്നു. വളരെ ഹൈ റോക്കറ്റ് വേഗതയിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഒരു ബ്രാൻഡിങ് തന്നെ നടത്തിയിരിക്കുന്നത് ആഫ്റ്റർ കൊറോണയാണ്. കൊറോണയ്ക്ക് ശേഷമാണ് എൻ്റെ ഒരു ബ്രാൻഡിങ് ഇത്ര ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. എന്താണ് ഇതിന് നമുക്ക് കിട്ടുന്ന ഒരു ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു ഘടകം എന്താണ്? ഇപ്പോൾ ഓൺലൈൻ പ്രസൻസ് ആണ് നമ്മുടെ മുമ്പിൽ. ഓൺലൈൻ പ്രസൻസ്. ഈ ഓൺലൈൻ പ്രസൻസ് എന്ന് പറയുന്നത് ഇന്ന് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്ത, ഡിജിറ്റൽ മാധ്യമങ്ങളിൽ സമയം ചിലവഴിക്കാതിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ മാധ്യമങ്ങളിൽ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പൊ നിങ്ങളുടെ വിസിബിലിറ്റി നിങ്ങൾ ഈ ഡിജിറ്റൽ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമ്പോൾ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടും അവിടെ. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് വേണ്ടി
പണം സമ്പാദിക്കാനുള്ള വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഓപ്പൺ ചെയ്തു വരും. നിങ്ങൾ ഇപ്പോ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഡിഫറെന്റ് പിന്നെ ആശയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് രൂപപ്പെട്ടു വരും. അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരാശയം നിങ്ങൾ തിരഞ്ഞെടുത്ത് അതിലൂടെ അതിന്റെ കറക്റ്റ് ഓഡിയൻസിനെ കണ്ട് അവരിലേക്ക് നിങ്ങൾ കൃത്യമായിട്ട് അവർക്ക് വേണ്ട വാല്യൂ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ കഴിഞ്ഞാൽ യു ക്യാൻ ഏൺ മോർ മണി. നിങ്ങൾക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ ആ ഒരൊറ്റ ആശയം മതി. കാരണം നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അവര് നിങ്ങളുടെ കസ്റ്റമറായി മാറാൻ തയ്യാറായിരിക്കുന്നു മാർക്കറ്റിൽ. അവരെ നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. മറ്റൊരാൾ ഉപയോഗിക്കും അവരെ, ഇല്ലേ? ഇതാണ് പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ അവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ കസ്റ്റമറെ കൊണ്ട് മറ്റുള്ള ആളുകൾ പോകും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ബിസിനസ് തുടങ്ങുന്നു. ആ ബിസിനസ്സിലേക്ക് കസ്റ്റമറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർ എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് കസ്റ്റമറെ നമ്മൾ അവെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബിസിനസ്സിലേക്ക് കസ്റ്റമറെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബിസിനസിന്റെ നല്ല വശങ്ങൾ, ആ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റുകളെ കുറിച്ച് കസ്റ്റമറെ നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി കസ്റ്റമറുള്ള ഭാഗത്ത് പോയി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങളൊരു വിസിബിലിറ്റി ഉള്ള നല്ലൊരു പേഴ്സണൽ ബ്രാൻഡായിട്ട് നിങ്ങൾ വളരുന്നതോടുകൂടി കസ്റ്റമർ നിങ്ങളെ പിന്തുടരാൻ തുടങ്ങുക. നിങ്ങളുടെ കസ്റ്റമർ, നിങ്ങളെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരാൻ അവർ തയ്യാറാവുക, അല്ലേ? നിങ്ങളൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ആണ് ആരംഭിക്കുന്നതെങ്കിൽ അതിലേക്ക് വരാൻ അവർ തയ്യാറാകുന്നു. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെ അവർ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ധാരാളം ആളുകളെ നിങ്ങൾക്ക് കിട്ടും. ഇന്ന് തൊഴിലാളികളെ കിട്ടാനില്ല, ജീവനക്കാരെ കിട്ടാനില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്, ഇല്ലേ? നമ്മൾ ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ജീവനക്കാരെ കിട്ടുന്നില്ല, വലിയ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങളൊരു ബ്രാൻഡ് ആകുന്നതോടുകൂടി നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിന്റെ അണ്ടറിൽ നിങ്ങൾ ആരംഭിക്കുന്ന ബിസിനസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജീവനക്കാരെ കിട്ടുന്നതിന് ഒരു പ്രശ്നവും വരില്ല. കാരണം നിങ്ങളിൽ അവർ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിലൂടെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അവർ കടന്നു വന്നു കഴിഞ്ഞാൽ അവരുടെ ജോലിക്ക് എന്തുണ്ട്? ഒരു ദീർഘകാലം ജോലി ചെയ്യാനും നല്ല ശമ്പളം വാങ്ങാനും കൃത്യമായിട്ട് ശമ്പളം വാങ്ങിയെടുക്കാനും നിങ്ങൾ കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ കഴിയുന്നവനായിട്ട് നിങ്ങൾ മാറും, നിങ്ങൾക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളിലേക്ക് ധാരാളം നല്ല ജീവനക്കാരൊക്കെ കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മാത്രമാണോ? ഇന്ന് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളിലൊക്കെയുള്ള മേജർ പ്രോബ്ലം എന്താ? അല്ലെങ്കിൽ നമ്മൾ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ അവിടെ പോയി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ മേജർ പ്രോബ്ലം എന്താ? നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ, നിങ്ങളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചു പോകുന്നത് ഒരു 50,000 അല്ലെങ്കിൽ 60,000 സാലറി ഉള്ള ഒരു ജോലി നിങ്ങൾ പ്രതീക്ഷിച്ചു പോകുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ കഴിയുമ്പോൾ അവിടുത്തെ ഹയർ അതോറിറ്റി നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് 30,000 സാലറി തരാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് അതല്ലാതെ മറ്റൊരുപാട് CV വന്നിട്ടുണ്ട്. ആ CV-യിലുള്ളവർക്കൊക്കെ 30,000 ബിലോ ആണ് ചോദിക്കുന്നത്. നിങ്ങൾ നല്ല കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ നിങ്ങൾക്ക് 30,000 നിങ്ങൾക്ക് സാലറി തരാൻ പറ്റുള്ളൂ. നിങ്ങൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ആ ശമ്പളം നേടി അവിടെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യപ്പെടുക. എന്നാലോ നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ആകുന്നു, നിങ്ങളിൽ ആളുകൾക്ക് ട്രസ്റ്റ് ഉണ്ട്, നിങ്ങളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും ഭംഗിയായിട്ട് അല്ലെങ്കിൽ അത്ര വാല്യൂഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് അത്രയും അറിവുണ്ട് എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെ ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്ന ആളുടെ മുമ്പിൽ നിങ്ങളുടെ പ്രസൻസ് ഉണ്ട് എങ്കിൽ ഇന്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് ഈ ബയോഡാറ്റ നോക്കുമ്പോൾ തന്നെ പറയാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID, നിങ്ങളുടെ യൂട്യൂബ് ID എല്ലാം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ എന്ന് കരുതുക. അദ്ദേഹം അതൊന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ടാവും. വെരിഫൈ ചെയ്യുമ്പോൾ ഇത്രയും അധികം ഫോളോവേഴ്സ് ഉള്ള, ഇത്രയും അധികം ആളുകളുള്ള ഒരാളെയാണ് ഞാൻ എൻ്റെ സെയിൽസിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ആ ബ്രാൻഡിന് തന്നെ നിങ്ങളൊരു വാല്യൂ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഒരു ജീവനക്കാരനായിട്ട് മാറുക, അല്ലേ? അപ്പൊ അവര് നിങ്ങൾ ചോദിക്കുന്ന ശമ്പളം തന്ന് നിങ്ങൾ അവിടെ ജോലിക്ക് നിർത്താൻ വേണ്ടിയിട്ട് തയ്യാറാകും, ഇല്ലേ? അതേസമയം നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിലോ ഈ ഒരു
ആളുകളുടെ ട്രസ്റ്റ് ഉള്ള നിങ്ങളൊരു പോയിട്ടൊരു ബിസിനസ് ആരംഭിക്കുകയാണെങ്കിലോ ആ ബിസിനസ്സിലേക്ക് ആളുകളുടെ ഒഴുക്കായിരിക്കില്ല ഉണ്ടാവുക. നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ അവരുടെ മുമ്പിൽ നിങ്ങൾ ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന എന്ത് ബിസിനസ് ആണെങ്കിലും, നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ജോലിയാണെങ്കിലും നിങ്ങൾ പറയുന്നതായിരിക്കും അവിടുത്തെ വില. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. നിങ്ങൾ നിശ്ചയിക്കുന്നതാണ് അവിടുത്തെ വില. നിങ്ങൾക്ക് പിന്നെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടി വരില്ല. ഇത് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് നൽകാൻ പോകുന്നത്. ഇന്ന് നിങ്ങൾ ഞെക്കി ഞെരുങ്ങി EMI അടച്ച് മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാം കഴിഞ്ഞ് അവസാനം പിന്നെ മന്ത് എൻഡ് ആവുമ്പോഴേക്ക് നമ്മൾ ക്ഷീണിച്ച് ടെൻഷനായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നിന്ന് ധാരാളം പണം വരുന്നു, നമ്മൾ ചോദിക്കുന്ന പണം നമുക്ക് കിട്ടുന്നു, നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നിറവേറ്റാൻ പറ്റുന്നു. ഇങ്ങനെ ഒരു ഫ്രീഡം ലൈഫിനെ പറ്റി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇന്ന് നമ്മളുടെ മുമ്പിലുള്ള ഏതൊരു ബ്രാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ബ്രാൻഡിന്റെ പുറകിലുള്ള ആളെ ആയിരിക്കും ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, ഇല്ലേ? ഏതൊരു കോർപ്പറേറ്റ് കമ്പനി നമ്മൾ എടുത്തു നോക്കിയാലും അവിടെ ആ ഒരു ചെയർമാനെയോ അല്ലെങ്കിൽ അതിന്റെ പിന്നെ MD-യെയോ അല്ലെങ്കിൽ അതിന്റെ CEO-യോ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണിത്? ബ്രാൻഡിന്റെ മുകളിൽ പണം മുടക്കി ആ ബ്രാൻഡിനെ കൂടുതൽ വാല്യൂ ഉള്ളതാക്കുന്ന സമയത്ത് ആ ഒരു സിംഗിൾ ബ്രാൻഡിന് മാത്രമേ ആ വാല്യൂ കിട്ടുന്നുള്ളൂ. എന്നാൽ ആ ബ്രാൻഡിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ഐക്കണെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാളെ തുടങ്ങുന്ന എല്ലാ ബിസിനസ്സുകൾക്കും ഈ ബ്രാൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് പോവുക. അപ്പൊ നമ്മളൊരു ചെറിയവനാണ്, നമ്മൾ ഒതുങ്ങിയവനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതണ്ട. നിങ്ങളെക്കാൾ കഴിവുള്ളവനല്ല മറ്റുള്ളവരൊന്നും. അങ്ങനെ കരുതിയാൽ മതി. നിങ്ങളെക്കാൾ കഴിവുള്ളവരായിട്ടല്ല മറ്റുള്ളവർ വളർന്നത്. നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരായിട്ടല്ല മറ്റുള്ളവർ കൂടുതൽ പണം സമ്പാദിക്കുന്നത്. നിങ്ങൾ നോക്കൂ, പണം സമ്പാദിക്കുന്നവരെല്ലാവരും കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടാണോ? അല്ല. അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സണൽ ബ്രാൻഡായി മാറി അവർ നിരവധി ബിസിനസ്സുകൾ റൺ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? ഇത് നമുക്കും കഴിയും. ഇതെങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്? നമ്മളുടെ ജീവിതത്തെയാണ് നമ്മൾ പേഴ്സണൽ ബ്രാൻഡാക്കി മാറ്റാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ ജീവിതത്തെ, നമ്മളുടെ പാഷനെ, നമ്മളുടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ആണ് നമ്മൾ ബ്രാൻഡായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് പോവുക. അങ്ങനെയാണ് നമ്മൾ അത് തിരഞ്ഞെടുക്കേണ്ടത്. അത് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് എന്തു വേണം? നമുക്കിതൊരു ബിസിനസ് ആയിട്ട്, ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് വേണം നമ്മൾ അതിനെ വളർത്താൻ വേണ്ടിയിട്ട്. നമ്മളുടെ മൈൻഡ് സെറ്റിൽ അത് വേണം. നമ്മൾ ആളുകൾക്ക് നമ്മളിലുള്ള കഴിവിനെ നമ്മൾ എന്ത് ചെയ്യും? ആളുകൾക്ക് ബെനിഫിറ്റ് ഉള്ള രൂപത്തിലേക്ക്, വാല്യൂ ഉള്ള രൂപത്തിലേക്ക് നമ്മൾ അവർക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുമ്പോൾ അവരിൽ നമ്മളുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ഇല്ലേ? അവരെ ഹെൽപ്പ് ചെയ്യാണ് നമ്മൾ. അവരുടെ ഒരു പ്രോബ്ലം ഉണ്ട്, ഒരു പെയിൻ ഉണ്ട് അവർക്ക്. ആ പെയിനെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകും. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അവരിൽ നിന്ന് പ്രതിഫലം ഒന്നും എടുക്കുന്നില്ല. പകരം എന്താണ്? അവരുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുകയാണ് നമുക്ക് അവിടെ. നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ പ്രവർത്തനങ്ങൾ അവർക്ക് എന്ത് ചെയ്യും? അവർക്കൊരു റിലാക്സ് അല്ലെങ്കിൽ അവർക്കൊരു ട്രസ്റ്റ് അവരിൽ ബിൽഡ് ചെയ്യപ്പെടും. ആ ബിൽഡ് ചെയ്യപ്പെടുന്നത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പിന്നീട് ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെട്ടതിനെ നമ്മളൊരു ബ്രാൻഡായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നല്ല വാല്യൂ ഉള്ള അറിവുകൾ, നല്ല വാല്യൂ ഉള്ള ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്ന അവയർനെസ് പ്രോഗ്രാമുകൾ ഒക്കെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ നിങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്ത് ചെയ്യണം? നിങ്ങളിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുക, ഇല്ലേ? അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുന്ന ഒരാള് എന്താവും? അവരെ സ്വാധീനിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറുക. അവരെ സ്വാധീനിക്കപ്പെടുന്ന ഒരാളായിട്ട് മാറുന്നതോടുകൂടി അവരുടെ ലൈഫിന്റെ ഒരു പ്രധാന പാർട്ടിൽ ഒന്നായിട്ട് നിങ്ങൾ മാറി. അവർക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരാളായിട്ട് നിങ്ങൾ മാറുക. അവർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് അവർ ഇടപെടുന്ന സമയത്ത് അവർക്ക് എന്ത് വേണം? അതിനൊരു ഹെൽപ്പ് വേണമെങ്കിൽ
നിങ്ങളുടെ ഒരു ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാവുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ എന്താവുന്നു? നിങ്ങളുടെ അവരുടെ മുമ്പിൽ ഒരു വലിയ ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്നു. ഈ ബ്രാൻഡിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്ത് ചെയ്താലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ റവന്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത്, വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളിപ്പോ പൊതുവെ ഒരു മലയാളികളെല്ലാം പൊതുവെ എല്ലാവരും നമുക്ക് സ്വന്തമായിട്ട് ഒരു എവിടെ ചെന്നാലും നമുക്കൊരു സ്ഥാനം വേണം എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ? നമുക്കൊരു ഒരു ആഗ്രഹമാണ് നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു പരിഗണന കിട്ടണം. പക്ഷെ നമ്മളിങ്ങനെ ഒതുങ്ങിക്കൂടി ആരും അറിയാതെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പരിഗണന കിട്ടാറുണ്ടോ? അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പരിഗണന കിട്ടാറുണ്ടോ? നമ്മളിത് ആരും അറിയാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒതുങ്ങിക്കൂടി അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും പരിഗണന കിട്ടാറുണ്ടോ? പൊതുവെ ഇല്ല എന്നുള്ളതാണ് അർത്ഥം, ഇല്ലേ? നമുക്ക് അങ്ങനെ പൊതുവെ അങ്ങനെ ഒരു പരിഗണന ഒന്നും എടുത്ത് കിട്ടാറില്ല. ചിലപ്പോൾ ചുറ്റുപാടുള്ള കുറച്ച് ആളുകളൊക്കെ നമ്മൾ അറിയുമ്പോൾ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഇതൊക്കെ ചോദിക്കും. അല്ലാതെ നമ്മൾ വേറെ എവിടെയെങ്കിലും ഒന്നും പോകുമ്പോൾ നമുക്ക് ആ ഒരു പരിഗണന കിട്ടുന്നില്ല. എന്നാൽ ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരെ എവിടെ പോയാലും അവരെ സംബന്ധിച്ചിടത്തോളം നല്ല പരിഗണന അവർക്ക് കിട്ടും, ഇല്ലേ? അവർക്ക് നല്ല പരിഗണന കിട്ടും. അതെങ്ങനെയുള്ള ആളുകളാ? അവർക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട് ആളുകളുടെ മുമ്പിൽ. അവർക്ക് നല്ല വിസിബിലിറ്റി ഉണ്ട്. അവരെപ്പോഴും ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആളുകൾ ചോദിക്കുന്നതിന് പറയുന്ന അവരുടെ അറിവുള്ള ഒരു മേഖലയിൽ ആളുകൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം അവർക്ക് കൊടുക്കാൻ കഴിയും. ഇങ്ങനെ നമ്മൾ വളരുന്നതോടുകൂടി നമുക്ക് നമ്മളുടെ ഒരു ആഗ്രഹമാണ് നമുക്ക് എവിടെ ചെന്നാലും ഒരു പൊസിഷൻ കിട്ടണം. ഈ പൊസിഷൻ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പൊസിഷനിങ് നമ്മളുടെ പേരിന് നമുക്ക് തരാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? നമ്മൾ ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറയും. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. പെയിന്റിങ് അറിയുന്ന ഒരു വ്യക്തി, അയാൾക്ക് നല്ല ഡ്രോയിങ് കാര്യങ്ങളൊക്കെ അറിയാം. ഒരു വലിയ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഇങ്ങനെ ഒരു സിറ്റിയിൽ വെച്ച് നടക്കുക. അപ്പൊ അവിടെ ക്ഷണിക്കപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയായിരിക്കും? ആ കോമ്പറ്റീഷനിലേക്ക് ക്ഷണിക്കപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയായിരിക്കും? പ്രധാനമായിട്ടും അറിയപ്പെടുന്ന ആളുകളെ, അല്ലെങ്കിൽ കുറച്ച് വിസിബിലിറ്റി ഉള്ള ആളുകളെ ആയിരിക്കും അതിലേക്ക് ക്ഷണിക്കുക, ഇല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാം. ഈ ക്ഷണിച്ച് അവിടെ നിന്ന് വരയ്ക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാം. നിങ്ങൾ അവിടേക്ക് ക്ഷണിക്കുന്നില്ല. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് വിസിബിലിറ്റി ഇല്ല. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയുന്നത് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നാ നിങ്ങൾ വരയ്ക്കുന്നത്. നിങ്ങളുടെ പുറത്തുള്ള സമൂഹം നിങ്ങളെക്കുറിച്ച് അറിയുന്നില്ല, അല്ലേ? നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്. ഉദാഹരണം പറയാം, ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ റെസ്റ്റോറന്റിൽ ധാരാളം ഫുഡുകളൊക്കെ നിങ്ങൾ സെർവ് ചെയ്യുന്നുണ്ട്. ആ റെസ്റ്റോറന്റിലുള്ള ഫുഡുകളെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴിയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ റെസ്റ്റോറന്റിന്റെ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റി നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് നിങ്ങളുടെ ഫേസ് കാണിച്ച്, നിങ്ങൾക്ക് എൻ്റെ റെസ്റ്റോറൻ്റ് ആണിത്, ഈ റെസ്റ്റോറൻറ്റിൽ ഇന്ന് ഞാൻ വിൽക്കാൻ പോകുന്ന ഫിഷ്, ഈ ഫിഷാണ് ഞാൻ ഇന്ന് വിൽക്കാൻ പോകുന്നത്. ഈ ഫിഷിന് ഇന്ന് ആകെപ്പാടെ 10 പേർക്ക് മാത്രമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം വരുന്ന ആരാണോ അവർക്ക് കിട്ടും ഈ 10 ഫിഷിന്റെ വിഭവങ്ങൾ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യുന്ന, ഡെയിലി ഇങ്ങനെ ഓരോ അനൗൺസ്മെന്റുകളിലേക്ക്, ഓരോ പ്രൊമോഷൻസിലേക്ക്, ഓരോ അവയർനെസ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുമ്പോൾ ആളുകൾ
നിങ്ങളെ എങ്ങനെയാണ് കാണുക? നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ആളുകളുടെ വരവ് എങ്ങനെയായിരിക്കും? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. അത് ആളുകൾക്ക് ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യും, ഇല്ലേ? ബിസിനസ് ഓണർ തന്നെ പറയാതാ 10 പേർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ, ആദ്യം വരുന്ന 10 പേർക്ക് തരുള്ളൂ എന്ന് പറയുമ്പോൾ അതിനൊരു ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നത് ആരാ? ആ ബിസിനസ് ഓണർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ബിസിനസ് ഓണർ എന്തായി മാറുന്നു? ഈ പറയുന്ന ആളുകളെ സ്ഥിരമായിട്ട് അദ്ദേഹത്തെ കാണുന്ന ഒരു വിഭാഗം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. ഡെയിലി ഓരോ പ്രൊമോഷൻസുകളായിരിക്കും ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൊമോഷൻസിനെ ബേസ് ചെയ്തിട്ട് ആളുകൾ എന്ത് ചെയ്യും? ഡെയിലി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ആളുകൾ എന്ത് ചെയ്യും? റഷ് ആവും അവിടേക്ക്, അല്ലേ? ആദ്യം വരുന്നതെന്ന് പറയുമ്പോൾ ആദ്യം എത്താൻ വേണ്ടിയിട്ട് ആളുകൾ റഷ് ആവുക. അത്തരത്തിലുള്ള നമ്മളുടെ പേഴ്സണൽ ബ്രാൻഡുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് ബൂം ചെയ്യിക്കാൻ പറ്റില്ലേ? വൈറലാക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? ഇതാണ് പേഴ്സണൽ ബ്രാൻഡിങ് കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ ഒരു ബ്രാൻഡിങ് കിട്ടി, നിങ്ങൾ ഇത്രയും കസ്റ്റമറെ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കുമ്പോഴേക്ക് നിങ്ങൾ എത്ര ലക്ഷം രൂപ നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ചെലവഴിക്കേണ്ടി വരും? ഇത് നിങ്ങൾ 1 രൂപ പോലും മെറ്റയ്ക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന വൈറൽ കണ്ടന്റുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താവും? നിങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ധാരാളം ആളുകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിയും, ഇല്ലേ? ദെൻ അടുത്തത്, നിങ്ങളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. നിങ്ങളൊരു സ്ഥലത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡും അതിൻ്റെ കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നല്ല വിസിബിലിറ്റി വന്നു. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങളൊരു സെയിൽസ്മാൻ ആണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ ആയിട്ടാണ്. അപ്പൊ സെയിൽസിന്റെ സ്ട്രാറ്റജികളെ കുറിച്ച്, ടെക്നിക്സുകളെ കുറിച്ചൊക്കെയാണ് നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന് ചിലപ്പോ നിങ്ങളിപ്പം ഒരു ചെറിയ ഒരു ബിസിനസ്സിലായിരിക്കും നിൽക്കുന്നത്, അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനായിരിക്കും ഇത് കാണുന്നത്. അദ്ദേഹം സ്ഥിരമായിട്ട് നിങ്ങളുടെ വീഡിയോകൾ കാണുന്നു, നിങ്ങൾ പറയുന്ന കണ്ടന്റുകൾ കേൾക്കുന്നു, ഇതിന്റെ യാഥാർത്ഥ്യത അദ്ദേഹത്തിന് മനസ്സിലാകുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഒരു കോള് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചുകൂടെ? അദ്ദേഹം പറയാണ്, താങ്കൾ എൻ്റെ ബിസിനസ്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. ചിലപ്പം നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഷെയറിംഗ് വരെ തരാൻ ഈ ഒരു ബിസിനസ് ഓണർ തയ്യാറായേക്കാം. കാരണം നിങ്ങളുടെ എക്സ്പെർട്ടൈസ്, നിങ്ങളുടെ അറിവ്, നിങ്ങൾ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ആ ബിസിനസ്സിന് ഉണ്ടാകുന്ന ഗ്രോത്ത്, ഇതൊക്കെ ആ ബിസിനസ്സുകാരൻ മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് നിങ്ങളെ എന്ത് ചെയ്യുക? ഈ ബിസിനസ്സിൽ നിന്ന് ആ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുക. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു 20,000-നോ 30,000-നോ ജോലി ചെയ്ത നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ലക്ഷങ്ങളുടെ മാറ്റങ്ങളായിരിക്കാം, അല്ലേ? ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ചില സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കുറച്ച് വീഡിയോ കണ്ടന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യില്ല, ആളുകളുടെ അറ്റൻഷൻ കിട്ടില്ല നമുക്ക്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചില സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്ത് പോവേണ്ടതുണ്ട്. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നോക്കാം. അതേപോലെ തന്നെയാണ് നിങ്ങൾക്കുള്ള ചെറിയ കഴിവുകളായിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോ സൈക്ലിങ്ങിൽ ഒരു കഴിവുണ്ട്. സൈക്കിള് സ്ലോ റൈസിങ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സിംഗിൾ വീൽ റണ്ണിങ് എന്നൊക്കെ പറയുന്ന പല കഴിവുകളുണ്ടല്ലോ. ഇങ്ങനെയുള്ള കഴിവുകളിൽ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ കഴിവിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പല ആളുകളുമായിട്ട് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ഈ കഴിവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുമായിട്ടും മറ്റുള്ള സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ടറുകളുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഇല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിയൊന്നും ഇല്ല, ഇങ്ങനെ വലിയ പ്രശ്നത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ നിങ്ങൾ തിരഞ്ഞെടുത്ത് ആ കഴിവിനെ ബിസിനസ് ആക്കി മാറ്റാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിനെ വളർത്തണം. വളർത്തി കൊണ്ടുവരുമ്പോൾ ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എവിടെയാണോ കണ്ടിരിക്കുന്നത് ആ ബിസിനസ് എന്ത് ചെയ്യും? നിങ്ങളെ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാക്കും, നിങ്ങളുമായിട്ട് കൊളാബിന് തയ്യാറാക്കും.
അപ്പൊ അവർക്ക് എന്തുണ്ട്, നിങ്ങളുടെ ഒരു സപ്പോർട്ട് അവിടെ കിട്ടുമ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഹെൽപ്പ് എന്ത് ചെയ്യും, ആ ഒരു ബിസിനസ്സിലേക്ക് വരും. അതൊരു സ്ട്രാറ്റജിയാണ്. അവരൊരു വലിയ പിന്നെ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്ന അഡ്വർടൈസ്മെന്റിനേക്കാൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഒരു വീഡിയോ റിലീസ് ആകുമ്പോഴേക്ക് ആളുകൾ എന്ത് ചെയ്യും, അവരുടെ ഷോപ്പുകളിലേക്ക് എത്തും. ഇത് നിങ്ങൾക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് ജീവനക്കാരായിട്ടുള്ള ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റിയാണ് പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. കൂടുതൽ വരുമാനം നേടിയെടുക്കാൻ, കൂടുതൽ സാലറി നേടിയെടുക്കാൻ, കൂടുതൽ ഉയരങ്ങളിലേക്ക് അവരുടെ ലൈഫിനെ കൊണ്ടുപോകാൻ. ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്സിലേക്ക് കൂടുതൽ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കും. രണ്ടാമതായിട്ട് അവർക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം അവരിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടുന്നതോടുകൂടി ഒരു ഇൻവെസ്റ്റർ കാണുന്നത് എന്താണ്, ഇദ്ദേഹത്തിന് ഇത്രയ്ക്കും വിസിബിലിറ്റി ഉണ്ട്, ഇത്രയും വലിയ ഒരു ഓഡിയൻസ് ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി യാതൊരു പ്രശ്നവും വരാനില്ല. കാരണം എന്താ, വളരെ സ്മൂത്ത് ആയിട്ട് ബിസിനസ് പ്രോഫിറ്റബിൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഒരു ഇൻവെസ്റ്റർക്ക് ഉണ്ടാവും. മറ്റു നിങ്ങൾ എന്താ ചെയ്യുക, നമ്മളൊരു ഇൻവെസ്റ്ററെ കിട്ടണമെങ്കിൽ നമ്മൾ വർഷങ്ങൾ തിരയും, ഇല്ലേ? കിട്ടില്ല നമുക്ക്. അവസാനം നമ്മൾ പറഞ്ഞ പെർസെൻറ്റേജ് ഒക്കെ മറികടന്ന് അവസാനം നമ്മൾ ചെറിയൊരു പെർസെൻറ്റേജിൽ നമ്മളെ ബിസിനസ് നിർത്തി ബാക്കിയുള്ള പെർസെൻറ്റേജ് ഒക്കെ അവർക്ക് കൊടുക്കുന്ന രൂപത്തിലാണ് ഇൻവെസ്റ്റേഴ്സ് വരിക. എന്നാൽ നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ആകുന്നതോടുകൂടി നിങ്ങൾ പറയുന്ന കണ്ടീഷൻ അംഗീകരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ നിങ്ങളിലേക്ക് വരും. കാരണം അവർക്ക് എന്താണ്, അവർ നിക്ഷേപിക്കുന്ന പണത്തിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടണം, റിട്ടേൺ കിട്ടണം. റിട്ടേൺ കിട്ടുന്ന ഉറപ്പ് വരുത്തുന്ന ഒരു ബിസിനസ് ആയിട്ട് നിങ്ങളുടെ ബിസിനസ് മാറിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ ചലഞ്ചസുകളായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ ചില ചലഞ്ചസുകൾ നമുക്കുണ്ട് ഇത് നേടിയെടുക്കുന്നതിന്, ഇല്ലേ? നിങ്ങൾ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു, വളരെ ഹാപ്പിയാ, ഇങ്ങനെ ആയി കിട്ടിയാൽ രക്ഷപ്പെട്ടു, ഇല്ലേ? ഇങ്ങനെ ആയി കിട്ടും. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഈ ഉദാഹരണമാണ്. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ച് അവിടെ വളർന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്ന് താമസിക്കുന്നത് ഒരു സിറ്റിയിലാണ്. എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുന്നതും അവര് പിന്നെ വളർന്നതും ഒക്കെ ഈ സിറ്റിയിലാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? എൻ്റെ റവന്യൂ വർദ്ധിപ്പിക്കാൻ എനിക്ക് പറ്റി, എന്നിലുള്ള ആളുകളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു, അവർക്ക് കൂടുതൽ സഹായം നൽകാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. അവര് എൻ്റെ സർവീസുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് കൂടുതൽ റവന്യൂ വന്നു. ആ റവന്യൂ എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചു. ഇതാണ് എൻ്റെ തിയറി. ഈ തിയറി ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചലഞ്ചസുകളെ മറികടക്കാനുള്ള എല്ലാ സപ്പോർട്ടുകളും എനിക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റും. എന്തൊക്കെയാണ് നമുക്ക് നേരിടാൻ പോകുന്ന ചലഞ്ച്? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് തുടങ്ങുമ്പോൾ എന്നുള്ളതാണ് ഒരാൾക്ക് അറിയാത്തത്. എങ്ങനെ, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് ഒരാൾക്ക് അറിയില്ല. അത് അവിടെയാണ് ഏറ്റവും വലിയ ചലഞ്ച് ഉള്ളത്. എങ്ങനെയാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ് ആരംഭിക്കേണ്ടത്? നിങ്ങൾക്ക് പെയിന്റിങ്ങിലെ കലയിൽ നല്ല കഴിവുണ്ട്. എങ്ങനെ ഇത് ഒരു ബ്രാൻഡായിട്ട് വളർത്തുന്നതിന് എങ്ങനെയാണ് ഇതിന്റെ കണ്ടന്റുകൾ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇത് ആളുകളെ സ്വാധീനിക്കേണ്ടത്? ഏത് ഓഡിയൻസിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്? ആരാണ് എനിക്ക് പണം തരാൻ തയ്യാറുള്ള ഓഡിയൻസ്, ആരൊക്കെയാണ്? ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. അവിടെ നമ്മൾ പരാജയപ്പെടും. നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു 4-5 കണ്ടന്റ് ഒക്കെ നമ്മൾ ചെയ്തു നോക്കും, ആരും കാണില്ല, നമ്മൾ അവിടെ ഇട്ട് പോകും. ഇങ്ങനെയല്ല അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ഉണ്ടാവേണ്ടത്. രണ്ടാമത്തെ നമ്മൾ നേരിടുന്ന പ്രശ്നം എന്താ? ക്യാമറ ഫിയറാ. നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് വളരെ സ്മൂത്ത് ആയിട്ട് സംസാരിക്കുന്നു. എനിക്കൊന്നും ഒരു പേടി എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നില്ല. ക്യാമറ ഫിയർ എന്ന് പറയുന്ന സംഭവം ഇല്ല, ഇല്ലേ? 1000-ലധികം ആളുകൾ ഇരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ നിന്ന് ഞാൻ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയമില്ല. പക്ഷേ എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ക്യാമറ കാണുമ്പോൾ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം എൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരില്ലായിരുന്നു. വീണ്ടും 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 ടേക്ക് എടുക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു ചെറിയ സെന്റൻസ് കിട്ടും, അടുത്ത വാക്ക് കിട്ടാതെ അവിടെ വാക്ക് മുറിഞ്ഞു പോകും. ഇങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ അനുഭവം. അത് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അത് മറികടന്നാണ് ഈ ഒരു ലെവലിലേക്ക് വന്നത്. ഇത് നിങ്ങൾക്കും സാധിക്കും. ക്യാമറ ഫിയർ എന്ന് പറയുന്നത് ഒരാളെ സാധാരണ ഇതിൽ പറയാറുണ്ട്,
ഒരു കത്തി കൊണ്ട് കുത്തിയാൽ അത്രയും വേദന ഉണ്ടാവില്ല. അതിനേക്കാൾ വേദനയാണ് ക്യാമറ ഫിയർ അല്ലെങ്കിൽ ഓഡിയൻസ് ഫിയർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇത് മാറ്റിയെടുക്കാനുള്ള സൊല്യൂഷനുകൾ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് മാസ്റ്റർ ക്ലാസ്സിൽ ഞങ്ങൾ തരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്. ദെൻ അടുത്തത്, എങ്ങനെയാണ് എന്നെ ആളുകൾ വിലയിരുത്തുക? ഞാനൊരു കണ്ടന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് തെറ്റായി പോകും, ആളുകൾ മോശം കമന്റ് ഇടും, ഇതൊക്കെയാണ് ആളുകളുടെ പേടി. ഞാനൊരു കണ്ടന്റ് ചെയ്താൽ അതിന്റെ അടിയിൽ ആളുകൾ വന്നിട്ട് തെറി വിളിക്കുമോ? തെറി വിളിക്കുന്നവർ തെറി വിളിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് ഈ ലോകത്തെക്കുറിച്ചോ അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെക്കുറിച്ചോ അവർക്ക് ഒരു വിലയിരുത്തലും ഇല്ല. അവരുടെ ജോലി എന്താ? എന്ത് കണ്ടാലും അതിന്റെ അടിയിൽ വന്ന് തെറി വിളിക്കുക. അത് അവരുടെ ജോലിയാ, അത് അവർ ചെയ്യട്ടെ, അവരുടെ വഴിക്ക് വിട്ടേക്കുക. നിങ്ങൾ അതൊന്നും ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോകണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിനോട് പറയാനുള്ള കാര്യങ്ങൾ ധൈര്യമായിട്ട് നിന്നിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും. ആ ഒരൊറ്റ ചോദ്യമുള്ളൂ. നിങ്ങളുടെ സമൂഹത്തെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ, അവർക്കൊരു വാല്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുമ്പോൾ, ആ വാല്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിയും. ഇനി ആ ധൈര്യത്തിന് എന്തെങ്കിലും ചോർച്ചയുണ്ടോ? ആ ചോർച്ചയ്ക്ക് എന്താണ് പ്രോബ്ലം എന്ന് കണ്ട് അതിന് സൊല്യൂഷൻ കൊണ്ടുവരിക നിങ്ങൾ. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എനിക്ക് അത്ര പക്വത പോരാ, അല്ലെങ്കിൽ അത്ര അറിവില്ല എന്നുള്ള തോന്നലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലേ? അങ്ങനെ ഉണ്ടാവാം. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞ ആളുകളല്ല. ഞാൻ എൻ്റെ മേഖലയിൽ എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല, അല്ലേ? ഞാനൊരു കൺസൾട്ടന്റ് ആണ്, പക്ഷെ എൻ്റെ മേഖലയിൽ ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന് എനിക്ക് അവകാശപ്പെടാൻ പറ്റുമോ? ഇല്ല. ഞാനും ചലഞ്ചസുകൾ നേരിടാറുണ്ട്. പല പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളിലേക്കും ഞാൻ ചിലപ്പോൾ എൻ്റെ സൊല്യൂഷനുകൾക്ക് പരിഹാരം ഇല്ലാതെ വരാറുണ്ട്. പക്ഷെ അവിടെ അതിന് നമ്മൾ പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അവിടെ ഒരു പരിഹാരം ഇംപ്ലിമെന്റ് ചെയ്ത് ആ പ്രൊജക്റ്റിനെ സക്സസ് ആക്കുമ്പോൾ നമ്മൾ ഒരു വിജയിയായിട്ട് മാറുക. ഇതാണ് ഓരോ പേഴ്സണൽ ബ്രാൻഡും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ മറ്റുള്ളവര് എന്ത് പറയുന്നു, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കളിയാക്കോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ഒരു മോശക്കാരനായിട്ട് ചിത്രീകരിക്കോ? നോ. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അങ്ങനെ ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നവർ ഈ ഒതുങ്ങിക്കൂടി റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് ജീവിതം ആരെയും കാണാതെ, ആരുടെ മുമ്പിലും മുഖം കൊടുക്കാതെ, മുഖത്ത് നോക്കാതെ, സംസാരിക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് ഇത് പറ്റില്ല. ദെൻ നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾ ഭയങ്കര ബിസി ആണെന്ന് പറയുന്ന ആളായിരിക്കും. രാവിലെ ഞാൻ 8 മണിക്ക് ജോലിക്ക് പോകും, രാത്രി 6 മണിയോട് കൂടിയാണ് വീട്ടിലെത്തുക, പിന്നെ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയി കിടന്നുറങ്ങി രാവിലെ എണീച്ച് ഇതാണ് എൻ്റെ റൊട്ടീൻ എന്ന് പറയുന്ന ഒരാളായിരിക്കാം നിങ്ങൾ. നിങ്ങൾക്കൊരു ദിവസം ഒരു 30 മിനിറ്റ്, ഒരു ദിവസം 24 മണിക്കൂറുള്ളതിൽ 30 മിനിറ്റ് സമയം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡായിട്ട് മാറാൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് അതിൻ്റെ ലെവൽ. നിങ്ങൾക്ക് മണിക്കൂറുകൾ വേണ്ട, നിങ്ങൾക്കൊരു ദിവസം 30 മിനിറ്റ് സമയം. കാരണം ഇന്ന് ലോകം മാറിയിരിക്കുക. ഒരു പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു ദിവസം ഒരു 30 മിനിറ്റാണ്. അത് നിങ്ങൾക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ആകാനുള്ള എല്ലാ സഹായവും ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സമയമില്ല, ഇപ്പൊ സമയമില്ല, ഭയങ്കര എൻ്റെ ജോലി തിരക്കാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ടൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഫ്രീഡത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഭാഗങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള വെൽത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, അല്ലെ? പണം നിങ്ങൾക്ക് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നു. നിങ്ങൾ പിന്നെന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ ഇന്ന് അധ്വാനിച്ചു കൊണ്ടിരിക്കും പോലെ 10ഉം 18ഉം 20 മണിക്കൂറൊന്നും ജോലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങൾക്ക് പണം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി നിങ്ങളുടെ ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതമൊക്കെ അങ്ങ് അവസാനിക്കുക. പിന്നെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത വർക്കുകളിലേക്ക് മാത്രമാണ് പോവുക. പിന്നെ നിങ്ങളുടെ ഒരു പേടി അതാണ്, ഞാനൊരു
പിന്നെ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഒക്കെ തുടങ്ങി, ഞാനൊരു യൂട്യൂബ് ഒക്കെ തുടങ്ങി, ഞാൻ ഫേസ്ബുക്കിൽ കണ്ടന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരാണ് ഇതൊക്കെ കാണാനുള്ളത്? കാരണം ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടന്റ് ഇടുന്നതിൻ്റെ ഇടയിൽ ആരാണ് ഇത് കാണാനുള്ളത്? അവിടെയാണ് ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്കൊരു UVP, യൂണിക് വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുന്ന UVP കണ്ടെത്തി നിങ്ങളെ കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാണ് ഞങ്ങൾ ചെയ്യുക. ഒരു UVP കണ്ടെത്തി നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടാർഗറ്റ് ഓഡിയൻസിന്റെ മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി നിർത്തി തരിക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് മാസ്റ്റർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതെങ്ങനെ സാധിക്കും? നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവരിക. ആ ഓഡിയൻസിന്റെ മുമ്പിലാണ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ആലോചിക്കാം, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലല്ലോ, എവിടെ നിന്നാണ് ഇപ്പൊ അങ്ങനത്തെ ഒരു കഴിവ് കണ്ടെത്തുക? ഏതൊരു മനുഷ്യനും ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കഴിവുണ്ട്. ഒന്നുമില്ലാതെ ഒരാളെ ഈ ലോകത്ത് എന്ത് ചെയ്തിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അയാൾക്കൊരു കഴിവുണ്ട്. നമ്മൾ ആ കഴിവ് ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോവുക ചെയ്യുന്നത്, അല്ലേ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇരുന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുമ്പിലുള്ളതായിട്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും. പക്ഷെ അതൊന്നും ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ ചലഞ്ചസുകൾ നിങ്ങൾ അനുവദിക്കില്ല. ഞാൻ എവിടെ തുടങ്ങും? ആരാണ് എന്നെ ഫോളോ ചെയ്യുക? ആരാണ് എൻ്റെ സർവീസ് വാങ്ങുക? ഞാനിത് ചെയ്തിട്ട് എന്താണ് എനിക്ക് ബെനിഫിറ്റ് ഉള്ളത്? ആളുകൾ കുറ്റം പറയോ? ഇതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ചില സൊല്യൂഷനുകളാണ് ഞാൻ പേഴ്സണൽ ബ്രാൻഡ് മാസ്റ്റർ ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. നിങ്ങൾക്ക് എവിടെ തുടങ്ങണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എവിടെ തുടങ്ങണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിലേക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഓഡിയൻസിന്റെ മുമ്പിലാണ് നിങ്ങളുടെ പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ വെറുതെ പോയിട്ട് കുറച്ച് കണ്ടന്റ് എടുത്ത് അവിടെ ഇവിടെ ഇരുന്നിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് ആരെങ്കിലും ഒക്കെയാണ് കാണുക, നമ്മളുടെ ഓഡിയൻസ് അല്ല അവര്. നിങ്ങൾക്ക് പണം തരാൻ തയ്യാറുള്ള, നിങ്ങളുടെ സർവീസ് പണം തന്ന് വാങ്ങാൻ തയ്യാറുള്ള, നിങ്ങൾ എന്താണോ നിങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം, നിങ്ങൾ പ്ലാൻ ചെയ്ത സംഭവം എന്താണ്, അതിന് പണം തരാൻ തയ്യാറുള്ള ഓഡിയൻസിന്റെ മുമ്പിലായിരിക്കണം നിങ്ങളുടെ പെർഫോമൻസ് കംപ്ലീറ്റ് കിടക്കേണ്ടത്. അവർക്കുള്ള വാല്യൂ ആയിരിക്കണം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ നിങ്ങൾ അവർക്കുള്ള വാല്യൂ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവര് നിങ്ങളെ വിശ്വസിക്കുകയാണ്, നിങ്ങളുടെ കഴിവ് വളരുകയാണ്, നിങ്ങൾ അവർക്ക് സർവീസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രൊഡക്റ്റുകൾ കൊടുക്കുകയാണ് നിങ്ങൾ. ഇതിലൂടെയാണ് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്നത്. അതിന് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഓഡിയൻസിന്റെ മുമ്പിൽ വേണം നിങ്ങളെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാനും അതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനും നിങ്ങളുടെ ജോലിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാനും നിങ്ങൾക്ക് കഴിയുള്ളൂ. ഓക്കെ, ദെൻ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കഥ പറയാനുള്ള ഒരു ഇമോഷണൽ സ്റ്റോറി ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, നമ്മൾ ഇന്ന് ഏതൊരു ബ്രാൻഡുമായിട്ട് നമ്മൾ കണക്ട് ആണെങ്കിലും, ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിലും, ഏതൊരു ആളെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സെലക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു അസുഖത്തിന് ഒരു ഡോക്ടറെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അയാളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു. നമ്മൾ അറിയാതെ തന്നെ അയാളെ കുറിച്ചുള്ള ഒരു കഥ നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലേ? ഒരു ഡോക്ടർ, ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഒരു കിഡ്നി രോഗിയായിട്ടുള്ള ഒരാളെ നമ്മൾ ഒരു ഡോക്ടറെ, ഒരു സ്പെഷ്യാലിറ്റി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ ആ ഡോക്ടറെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കും. ആദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ അറിയാതെ പോകും. നമ്മളത് കഥ എന്നുള്ള രൂപത്തിലല്ല കേൾക്കുന്നത്, റിയാലിറ്റി, അല്ലേ? കഥ എന്ന് ഞാൻ പറയുന്നത് അയാളുടെ കഴിഞ്ഞ പോയ അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന കുറേ
അയാൾ ട്രീറ്റ് ചെയ്തും അത് സക്സസ് ആയതുമായിട്ടുള്ള കുറേ സ്റ്റോറികൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഇല്ലേ? ഇത് നിങ്ങൾ കണ്ടതാണോ ഈ കാര്യങ്ങളൊക്കെ? അല്ല. പക്ഷേ അത് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു സ്റ്റോറി ആയിട്ട് വരിക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് ഒരു രോഗം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡോക്ടറെ തന്നെ പോയി കാണിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും. അവിടെ ആ ഡോക്ടർ എന്താണ്? ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് മാറുക, ഇല്ലേ? അത് കഥകളുടെ ശക്തിയാണത്. സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ആ ഡോക്ടറിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ആ ഡോക്ടർക്ക് എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ അത്തരത്തിലുള്ള ഒരു സാധാരണ ഡോക്ടർ 500 രൂപ വാങ്ങി ചികിത്സിക്കുന്നുണ്ട് എങ്കിൽ ഈ ഡോക്ടർ വാങ്ങുന്നത് ചിലപ്പം 3000 രൂപയായിരിക്കും. അവിടെ എന്തുണ്ട്? അദ്ദേഹത്തിന്റെ റവന്യൂ വലുതാകുന്നുണ്ട്, അല്ലേ? കൂടാതെ ഈ ഡോക്ടറെ ഒരു പുതിയ ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ ഈ ഡോക്ടറെ അവിടേക്ക് കിട്ടാൻ വേണ്ടി 1 ദിവസമോ 2 ദിവസമോ ആ ഹോസ്പിറ്റലിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ത് ചെയ്യും? ഇദ്ദേഹത്തിനെ സ്വാധീനിക്കപ്പെടും, ഇല്ലേ? അതിന് അദ്ദേഹത്തിന് ഒരു മാസത്തേക്ക് ചിലപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കാൻ അവർ തയ്യാറാകും. എന്താണ് സംഭവിച്ചത്? ഈ ഡോക്ടർ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യപ്പെട്ടതുകൊണ്ടല്ലേ ആ ഡോക്ടർക്ക് അങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആവാൻ വേണ്ടിയിട്ട് പറ്റിയത്. അല്ലെങ്കിൽ അയാൾ കുറെ ആളുകളെ ചികിത്സിക്കുന്നു, രോഗം മാറിപ്പോകുന്നു, ആരും അറിയുന്നൊന്നുമില്ല. ഇങ്ങനെ ഡോക്ടർ രോഗം മാറി ഇങ്ങനെ പോവുകയാണ്, ആരും തമ്മിൽ സംസാരിക്കുന്നൊന്നുമില്ല. നിങ്ങളെക്കുറിച്ച് വേറെ ആരും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ആ ഡോക്ടറെ കുറിച്ച് വേറെ ആരും സംസാരിക്കുന്നൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ആ ഡോക്ടർ പേഴ്സണൽ ബ്രാൻഡ് ആവുക? ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡ് ആവുന്നത്? നമ്മൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്തിട്ട് പേഴ്സണൽ ബ്രാൻഡ് ആകാനല്ല നമ്മൾ കാത്തിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ സ്റ്റോറി ഇമോഷണൽ സ്റ്റോറീസ് ആക്കി മാറ്റിയിട്ട് ആ സ്റ്റോറി നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ഓഡിയൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അപ്പൊ ആ കണക്ട് ചെയ്യുമ്പോൾ ഈ ഓഡിയൻസിന് എന്തായി? ഇമോഷണലി വൈകാരികമായി ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യും. ശരിയാണ്, ഞാനും ഇത്തരത്തിലുള്ള ചലഞ്ചസുകളിലൂടെ ഒക്കെ കടന്നു വന്ന ആളാണ്. അയാൾ ഈ ചലഞ്ചസ് ഒക്കെ കടന്നു വന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് ഇങ്ങനെ ഗ്രോത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ഈ കേൾക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വലിയ ഇൻസ്പിറേഷനാണ് കൊടുക്കുന്നത്, ക്യൂരിയോസിറ്റിയാ കൊടുക്കുന്നത്, അല്ലേ? അവരെന്ത് ചെയ്യുന്നു? ഈ പാത പിന്തുടരാൻ നിങ്ങളുടെ റിസോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തയ്യാറാവും. നിങ്ങൾ എന്താണോ വിൽക്കാൻ വെക്കുന്നത് അത് വാങ്ങി എന്ത് ചെയ്യും? ഇവര് അതിനനുസരിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സർവീസുകൾ വാങ്ങാനും, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എഡ്യൂക്കേഷൻ വാങ്ങാനും, കൺസൾട്ടിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ കൺസൾട്ടിങ് വാങ്ങാനും ഈ പറയുന്ന ഓഡിയൻസ് തയ്യാറാകും. അപ്പൊ എന്താണ് സംഭവിക്കുക? നിങ്ങൾ വിലയിടും. നിങ്ങൾക്ക് എൻ്റെ ഒരു കൺസൾട്ടിങ്ങിന് എന്ത് വേണം? ഞാൻ 2 മണിക്കൂർ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ട ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും. എനിക്ക് എന്ത് വേണം? 2 ലക്ഷം രൂപ വേണം. നിങ്ങൾ നിശ്ചയിക്കുക നിങ്ങളുടെ വില. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാല്യൂ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചപ്പോൾ നിങ്ങൾ പറയുന്നു, ഞാൻ 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവാം, ആ ചേഞ്ച് ഉണ്ടാക്കി തരിക എന്നുള്ള എൻ്റെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. അവർക്ക് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിയുന്ന വാല്യൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അവർക്ക് നിങ്ങൾ ഡെലിവർ ചെയ്യുന്നു. നിങ്ങൾ അവരിൽ നിന്ന് ഈ പണം സ്വീകരിക്കുന്നു. ഇത് തന്നെയാണ് പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് പറയാ 2 മണിക്കൂർ എൻ്റെ കൺസൾട്ടിങ്ങിന്റെ ഫീസ്, നിങ്ങളെക്കുറിച്ച് ആരും അറിയില്ല. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ എവിടെയോ ഇരുന്നിട്ട് നിങ്ങൾ ആരും അറിയാത്തൊരു വ്യക്തി, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇന്ന കാര്യങ്ങൾ, എനിക്ക് നല്ല എക്സ്പെർട്ടൈസ് ഉണ്ട്, ഇന്നൊരാളെ കിട്ടിയാൽ എനിക്കറിയാം അയാൾ ഇന്ന രൂപത്തിൽ ഗ്രോത്തിലേക്ക് എത്തിക്കാം, ഇന്ന രൂപത്തിലുള്ള ഡയറക്ഷൻ കൊടുക്കാം എന്നൊക്കെ എനിക്കറിയാം, എല്ലാം എഫക്റ്റീവായിട്ട് ചെയ്യാൻ അറിയാം. ബട്ട് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കൊണ്ടുതരുമോ? നിങ്ങളുടെ സർവീസ് അവരെടുക്കുമോ? ഇല്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ മുമ്പിൽ പ്രസൻസ് ഉണ്ടാക്കണം. നിങ്ങൾ അവരുടെ ഇമോഷണൽ കണക്ഷൻ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കണം. പെർഫെക്ഷൻ ഒന്നല്ല. നമ്മൾ പെർഫെക്റ്റ് ആയിട്ടെല്ലാം ചെയ്യാം എന്ന് കരുതുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങനെ കഥയൊക്കെ പറയാം, അതൊന്നും നടക്കില്ല. ഇന്ന് നിങ്ങൾ നോക്കൂ, വളർന്നു വന്ന ബിസിനസ് മാഗ്നറ്റിക് ആയിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തിയെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഞാൻ ആരുടെയും പ്രത്യേകിച്ച് പേരുകളൊന്നും പറയുന്നില്ല,
അപ്പോൾ ആ വ്യക്തികളുടെ ഏതൊരു വ്യക്തികളുടെയും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അവർ ഒരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ ഒരു സ്റ്റോറി അവർ ഒളിച്ചിട്ടുണ്ടാവും. അവരുടെ ലൈഫിൽ ടച്ച് ചെയ്ത് പോയ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അവരവിടെ പ്രതിപാദിച്ചിട്ടുണ്ടാവും. അവരുടെ ഒരു വീഡിയോ എടുത്തു നോക്കിയാൽ മതി, ഒറ്റ വീഡിയോ. ഇത് നിങ്ങൾക്കും ചെയ്യാൻ കഴിയും. ഇതിനൊരു ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് പേഴ്സണൽ ബ്രാൻഡ് മാസ്റ്റർ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ദെൻ കൺസിസ്റ്റൻസി. നമുക്ക് ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്ത് വേണം? അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതാണ് പല ആളുകൾക്കും പ്രശ്നം. പല ആളുകളും നല്ല കണ്ടന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ ഗ്രോ ചെയ്യുന്നില്ല. അവരെ ആളറിയുന്നില്ല. പക്ഷെ അതിനൊരു കൺസിസ്റ്റൻസി ഇല്ല. അവർ ഇന്നൊരു കണ്ടന്റ് ചെയ്താൽ പിന്നെ ഒരു മാസം കഴിഞ്ഞല്ല, ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു കണ്ടന്റ് ചെയ്യും. ഈ ഇന്നത്തെ ഡിജിറ്റൽ മാധ്യമങ്ങളുടെ അൽഗോരിതം എന്ന് പറയുന്നത്, നമ്മൾ ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനനുസരിച്ചാണ് ആ അൽഗോരിതം നമ്മളെ ഹെൽപ്പ് ചെയ്യാം, നമ്മളെ വളരാൻ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ മാത്രമേ അൽഗോരിതം നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇത് എയുടെ സാങ്കേതിക വിദ്യയാണ്. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മളൊരു കണ്ടന്റ് ഉണ്ടായിട്ട് കഴിഞ്ഞാലൊന്നും അൽഗോരിതം നമ്മളെ എന്ത് ചെയ്യില്ല, വൈറലാക്കില്ല, നമ്മളെ അവരുടെ മുമ്പിൽ സ്വാധീനമുള്ള ആളുകളാക്കില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. ഇതിന് നമുക്ക് കണ്ടന്റ് കലണ്ടറുകൾ ഉണ്ടാവണം. ഇത് പേഴ്സണൽ ബ്രാൻഡ് മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് കണ്ടന്റ് കലണ്ടർ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആളുകളെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ള കണ്ടന്റുകൾ ഈ പറയുന്ന ദിവസങ്ങളിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നിങ്ങൾക്കുണ്ട്. ഇങ്ങനെ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള സോഷ്യൽ മീഡിയയിലെ യൂസേജും ഉപയോഗിച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. നിങ്ങൾ ഇന്ന് ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും, നിങ്ങളൊരു നല്ല ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അല്ലെങ്കിൽ നിലവിലൊരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും, നല്ലൊരു ജോലിയിൽ ഉയർച്ച ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും, എന്ത് തന്നെയാണെങ്കിലും, അതല്ലെങ്കിൽ ഒരു ആസ്പയറിംഗ് ബിസിനസ് ഓണർ ആണെങ്കിൽ, ഒരു പുതിയ എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ബ്രാൻഡിനെ വളർത്താൻ വേണ്ടിയിട്ട് കഴിയും. ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ കേവലം ഒരു റെസ്റ്റോറൻറ്റ് ഉടമയായിട്ട് നിന്നിരുന്ന ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ആയിട്ട് നിന്നിട്ട് ഇതിപ്പോ ഏകദേശം 1 മണിക്കൂർ സമയമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു ലാഗിങ് വരുന്നുണ്ടോ ഇപ്പോൾ? ഇല്ലല്ലോ. ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ഞാൻ ഡെവലപ്പ് ചെയ്തതോടുകൂടിയാണ്. എനിക്കൊരു കമ്മ്യൂണിറ്റി ഞാൻ ഫോം ചെയ്തതോടുകൂടി, ഞാൻ അവരെ നിരന്തരം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും ചെയ്തതോടുകൂടി എൻ്റെ കോൺഫിഡൻസ് ലെവൽ എനിക്ക് വളർത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇത് ഓരോ ആളുകൾക്കും പറ്റും. എനിക്ക് മാത്രമല്ല, ഈ നിൽക്കുന്ന ലോകത്തുള്ള ഓരോ വ്യക്തിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഞാൻ ചെയ്യുന്നത്, ഇങ്ങനെ വളരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫുൾ സപ്പോർട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. ഇതിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് നാളെ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ്, 90 മിനിറ്റ്സ് മാസ്റ്റർ ക്ലാസ് നാളെ എന്ത് ചെയ്യുന്നുണ്ട്? നാളെ സൂമിൽ നടക്കുന്നുണ്ട്. സൂം പ്ലാറ്റ്ഫോമിലാണ് ആ മാസ്റ്റർ ക്ലാസ് നടക്കുന്നത്. ആ മാസ്റ്റർ ക്ലാസ്സിൽ പങ്കെടുക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ആ മാസ്റ്റർ ക്ലാസ്സിലേക്ക് വരാം. ആ മാസ്റ്റർ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ ഞാനൊരു നമ്പർ കാണിക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ജസ്റ്റ് എ മിനിറ്റ്.
സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഒരു മിനിറ്റ്, ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, സ്ക്രീനിൽ കാണുന്നുണ്ടാവും നിങ്ങൾ നമ്പർ. ഇപ്പോൾ ജസ്റ്റ് സ്ക്രീനിൽ കാണുന്നുണ്ട് നമ്പർ. ഈ നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ രാത്രി 8 മണിക്കാണ് ഞാൻ പേഴ്സണൽ ബ്രാൻഡ് മാസ്റ്റർ ക്ലാസ് വരുന്നത്. അപ്പോൾ ഈ മാസ്റ്റർ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ എൻ്റെ ടീം മെമ്പേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു പേഴ്സണൽ ബ്രാൻഡ് ആകുന്നതോടുകൂടി നമ്മളൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നമ്മൾ കരുതുന്ന ഒരുപാട് പണം വേണ്ട ബിസിനസ് തുടങ്ങണമെങ്കിൽ. എന്നാൽ പേഴ്സണൽ ബ്രാൻഡ് തുടങ്ങുന്നതിന് നിങ്ങൾക്കൊരു കഴിവുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. ആ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് ലെവല്, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു പാഷനെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊരു 90 ദിവസത്തെ ഒരു ചലഞ്ച് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഈ 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു 90 മിനിറ്റ് സമയം നിങ്ങൾ നാളെ രാത്രി 8 മണിക്ക്, അഥവാ ഒക്ടോബർ 19 രാത്രി 8 മണിക്ക് നിങ്ങൾ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ എടുക്കാം. 90 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യപ്പെടും. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സപ്പോർട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് ഞാൻ ആ സപ്പോർട്ട് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ആ വെബിനാറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ മാസ്റ്റർ ക്ലാസ്സിൽ വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ടുകളാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ നിങ്ങൾക്ക് തരിക, ആ സപ്പോർട്ടുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഗ്രോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക, എങ്ങനെയാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ സെറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിലെ ടോപ്പിക്കുകൾ എങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടത്, നിങ്ങളുടെ സ്റ്റോറിയുമായിട്ട് ഈ കണ്ടന്റുകൾക്ക് എന്ത് ബന്ധമാണ് ഉണ്ടാവേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു മാസ്റ്റർ ക്ലാസ്സിൽ വെച്ചിട്ട് നിങ്ങളുമായിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മാസ്റ്റർ ക്ലാസ്സിലേക്ക് കടന്നു വരിക. നമ്മൾ ഇന്ന് നേരിടുന്ന നമ്മുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ബിസിനസ്സുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ജോലിക്കാർ നേരിടുന്നതും അതേ പ്രശ്നം തന്നെയാണ് കോമ്പറ്റീഷൻ. കാരണം ഒരു ജോലി എവിടെയെങ്കിലും അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കന്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു 200 ആളുകൾ അവിടെ ബയോഡാറ്റ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഒരാൾക്കാണ് ആ ജോലി കിട്ടുക, അല്ലേ? അപ്പൊ ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നമുക്കൊരു സ്വയം ഒരു പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രീഡം ലൈഫ് എൻജോയ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അത് നിങ്ങൾക്ക് ക്ലാരിറ്റി ആയെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ഈ ഒരു സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റിപ്ലൈ തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാനുമായിട്ട് എൻ്റെ ടീം മെമ്പറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് അവർ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരും.